തടസ്സങ്ങളില്ലാതെ അവരെ തളച്ചു കെട്ടുവാനും അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. മറിച്ച് അഭിവൃദ്ധിയിൽ ജീവിക്കുന്ന, സുഖസമ്പൂർണമായി ജീവിക്കുന്ന, എല്ലാത്തിലും പുരോഗതിയുടെ അങ്ങേത്തലയിൽ നിൽക്കുന്ന, ലോകതലത്തിൽ വികസിത രാജ്യമായി മാറിയ ഒരു ഇന്ത്യയായിട്ടാകണം അവർ ഈ രാജ്യത്തെ കണ്ടിട്ടുണ്ടാവുക. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നമുക്ക് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയെ നമ്മൾ നേരിടും, നമുക്ക് സംശയമില്ല. പ്രസിഡന്റ് സാഹിബ് സൂചിപ്പിച്ചു, ഒരിക്കലും ഒരു പ്രതിസന്ധിയുടെ മുൻപിലും നമ്മളൊരാളും ഒരു സമയത്തും ചഞ്ചലരാക്കപ്പെട്ടിട്ടില്ല. ശക്തമായി അതിനെ നമ്മൾ നേരിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാർട്ടിയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് ജയിലിലാക്കപ്പെട്ടു. നിരോധിച്ചുകൊണ്ടാണെങ്കിലും അതിന്റെ മുഴുവൻ കൂരമ്പുകളും ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടാണ് വന്നത്. കൃത്യമായി നമുക്ക് പറയാം, നമ്മുടെ ഒരു ബ്രാഞ്ചിലെ ഒരു സാധാ പ്രവർത്തകൻ പോലും സംശയം ഉന്നയിച്ചിട്ടില്ല. എന്താണിത് എന്ന് പറഞ്ഞിട്ടില്ല. കുപ്രചരണങ്ങൾ ഉണ്ടായി, പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമുക്കെതിരെ ശക്തമായ കുപ്രചരണങ്ങൾ ഉണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും സംശയം ജനിപ്പിച്ചിട്ടില്ല. മറിച്ച് ശക്തമായി നമ്മൾ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുണ്ട് ഇവിടെ. ഈ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാനല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ, ദുർബലരായ വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഏറ്റെടുത്തവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്.